ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ചിരയ്യ എന്ന ഹിന്ദി സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞവരും വിവാഹം കഴിക്കാൻ പോകുന്നവരായിട്ടുള്ള എല്ലാവരും ഈ സീരീസ് കണ്ടിരിക്കണം. പൂജ എന്നൊരു പെൺകുട്ടി വളരെ നന്നായി പഠിച്ചൊരു കുട്ടിയാണ്. അങ്ങനെയുള്ള അവൾ അരുൺ എന്നൊരു പയ്യനെ കല്യാണം കഴിച്ച് അവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. പല സ്വപ്നങ്ങളായി വരുന്ന അവൾ ഓരോ രാത്രിയും ആ പയ്യനിൽ നിന്നും ഒരു നരക ജീവിതമാണ് അനുഭവിക്കുന്നത്. ആ വേദനയും യാതനയും പുറത്തു പറയാൻ പോലും ആകാത്തത്ര വലുതാണ്. ഇങ്ങനെ ഇരിക്കെയാണ് ആ വീട്ടിലെ മറ്റൊരു മരുമകൾക്ക് ഈ വിവരം അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അടുത്തതായി കാത്തിരിക്കുന്ന ട്വിസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ കഥയിൽ വളരെ ആവേശകരമായി പറഞ്ഞിരിക്കുന്നത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു വലിയ കുടുംബത്തെയാണ് കാണിക്കുന്നത്. ആ കുടുംബത്തിൽ കമലേഷ് എന്ന പേരുള്ള ഒരു മൂത്ത മരുമകളുണ്ട്. അവൾക്കൊരു കുട്ടിയുണ്ടെങ്കിലും സ്വന്തം മകനെ പോലെയാണ് ഭർത്താവിന്റെ അനിയനെ അവൾ കാണുന്നത്. അങ്ങനെ അവൻ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ പോലും ആളുകളോട് വഴക്കിടാൻ നമ്മുടെ നായിക മടിക്കില്ല. ഇനി ആ കുടുംബത്തെ പറ്റി പറയാം. കുടുംബത്തിലൊരു വയസ്സായ ആളുണ്ട്. ഇദ്ദേഹത്തെ നമുക്ക് കാരണവരെന്ന് തന്നെ വിളിക്കാം. രാഷ്ട്രീയമായി കുറച്ച് സ്വാധീനമുള്ള ആളാണ്. ധാരാളം കവിതകളൊക്കെ എഴുതും. അതും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ കുടുംബത്തെ സംബന്ധിച്ച് അഭിമാനം വളരെ പ്രധാനമാണെന്ന് അദ്ദേഹം പറയും. ഇപ്പൊ പോലും വഴക്കിട്ട് വരുന്ന മൂത്ത മരുമകളോട്, നീ നിന്റെ ഭർത്താവിന്റെ അനിയന് വേണ്ടി, അതായത് എന്റെ രണ്ടാമത്തെ മകന് വേണ്ടി വഴക്കിട്ടതാണെങ്കിലും ഒരു പെണ്ണായി ജനിച്ച് ഇങ്ങനെ ഇറങ്ങി വഴക്കിടരുത്. കാണുന്നവർ നമ്മുടെ കുടുംബത്തെ പറ്റി മോശമായിട്ട് സംസാരിക്കും എന്നൊക്കെ അദ്ദേഹം ഉപദേശിക്കുന്നു. ഇനി മറുവശത്ത് അതേ കുടുംബത്തിലുള്ള ഒരു മുത്തശ്ശിയെ കാണിക്കുകയാണ്. ആ കാർന്നവരുടെ അമ്മയാണ് ഈ മുത്തശ്ശി. ഇവർ കുറച്ചു നാളായി സംസാരിക്കാറില്ല, ഒരു നിശബ്ദതയിലാണ്. അതിനുശേഷം ആ വീട്ടിലെ കാർന്നവരുടെ ഭാര്യയെ കാണിക്കുന്നു, അതായത് നമ്മുടെ നായികയുടെ അമ്മായിയമ്മയെ. അവരും തന്റെ ഭർത്താവ് പറയുന്നതേ കേൾക്കൂ. നമ്മുടെ നായികയുടെ ഫുൾ ടൈം ജോലി എന്താണെന്ന് അറിയാമോ? രാവിലെ വേഗം എഴുന്നേക്കുക, വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുക, അതിനുശേഷം തന്റെ ഭർത്താവിനെ ജോലിക്ക് അയക്കുക. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? നമ്മുടെ നായികയുടെ അച്ഛൻ തന്നെ, നീ എന്താ എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുക എന്ന് പറഞ്ഞാൽ പോലും നായിക ന്യൂസ് പേപ്പറിലുള്ള പാചകക്കുറിപ്പുകൾ മാത്രമേ വായിക്കൂ. പിന്നെ നമ്മുടെ നായികയ്ക്ക് ഭർത്താവുണ്ടെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം വളരെ ക്യൂട്ടായ ഒരാളാണ്. പരസ്പരം നല്ല ധാരണയോടെയാണ് തന്റെ ഭാര്യയോടൊപ്പം കുടുംബം നടത്തുന്നത്. ഇതുവരെ രണ്ടുപേരും ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആ സ്നേഹത്തിന് ഒരു കുറവുമില്ല. അങ്ങനെ മൊത്തത്തിൽ ഈ കുടുംബത്തിന് വേണ്ടി നമ്മുടെ നായിക കമലേഷ് എന്തും ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. ഈ സമയത്താണ് നമ്മുടെ കമലേഷിന്റെ ഭർത്താവിന്റെ അനിയനായ അരുണില്ലേ, അവൻ വിവാഹപ്രായമാവുന്നത്. വേഗം പെണ്ണ് കണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞ് അവർ പെണ്ണ് കാണാൻ പോവാണ്. അങ്ങനെ ഇവർ പോയി കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് പൂജ. പൂജ വളരെ നന്നായി പഠിച്ചൊരു പെൺകുട്ടിയാണ്. പാട്ടൊക്കെ പാടും. ഒരുപാട് ഡിഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട്. കുടുംബത്തിലുള്ള എല്ലാവർക്കും പൂജയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും അരുണില്ലേ, അവനും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ നായികയ്ക്ക് തീരെ പിടിക്കുന്നില്ല. കാരണം നമ്മുടെ നായിക അധികം പഠിച്ചിട്ടില്ലാത്തവരാണ്. അവരുടെ ഉള്ളിൽ ചെറിയൊരു അസൂയാണ് വരുന്നത്. ഇവള് നന്നായി സംസാരിക്കുന്നു, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നു, പാട്ട് പാടുന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവള് നമ്മളെ അപമാനിക്കോ എന്ന് കരുതി ഈ കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവിടെ വെച്ച് തന്നെ പ്രകടിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ആ പെണ്ണ് എങ്ങനെയാണ് ബ്ലൗസ് ഇട്ടിരിക്കുന്നത് കണ്ടോ, താഴേക്ക് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ കുടുംബത്തിന് തീരെ ശരിയാവില്ല എന്നൊക്കെ തന്റെ ഭർത്താവിന്റെ അനിയൻ അരുണിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അരുൺ, നിങ്ങൾ എൻ്റെ ഏട്ടത്തിയല്ല, അമ്മയെ പോലെയാണ് പെരുമാറുന്നത്. ഈ കുട്ടി അത്രയ്ക്ക് സുന്ദരിയാണ്. ഇതുപോലൊരു കുട്ടിയെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും സമ്മതിക്കണം. നിങ്ങൾ മാത്രം ശരിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിശ്ചയം നടത്താം. പ്ലീസ് ഏട്ടത്തി ഒന്ന് ഓക്കെ പറയേ എന്നൊക്കെ കെഞ്ചി ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഈ അരുണിനെ നമ്മുടെ നായിക മകനെ പോലെയാണ് കാണുന്നതെന്ന്. അതുപോലെ ഇവൻ ഇത്രയും ചോദിക്കുകയല്ലേ എന്ന് കരുതി അവരും ശരിയെന്ന് പറയാണ്. അങ്ങനെ ആ സ്ഥലത്ത് വെച്ച് വളരെ സന്തോഷത്തോടെ തന്നെ ആ വിവാഹ നിശ്ചയം കഴിയുന്നു. അങ്ങനെ നിശ്ചയം കഴിഞ്ഞ ഉടനെ നമ്മുടെ അരുണും വലിയ സന്തോഷത്തിലാണ്. വേഗം കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യ്, ഞാൻ വെയിറ്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് അവൻ വളരെ എക്സൈറ്റഡ് ആവുകയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞുള്ള കഥയാണ് കാണിക്കുന്നത്. നമ്മുടെ നായിക തന്റെ അമ്മായിയമ്മയോടൊപ്പം കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് റോഡിൽ ഒരു സമരം നടക്കുകയാണ്. അവിടെ ഭയങ്കരമായി ട്രാഫിക് ആവുന്നുണ്ട്. എന്താണ് സമരം എന്നറിയാൻ താഴെ ഇറങ്ങി നോക്കുമ്പോൾ ഈ LGBT കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ്. അങ്ങനെ ആ സമരത്തിൽ ഇപ്പോൾ ഈ അരുണിനെ ഉറപ്പിച്ച പൂജയും സമരം ചെയ്യുന്നത് നമ്മുടെ നായിക കാണുന്നുണ്ട്. അതുടനെ തന്റെ അമ്മായിയമ്മയോടും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടത്തിന്റെ കൂടെ ചേർന്ന് ഇവള് സമരം ചെയ്യാണോ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ പൂജയുടെ കൈ പിടിച്ച് വേഗത്തിൽ വലിച്ചുകൊണ്ട് പോവാണ്. ഇപ്പോൾ നേരെ ഇവർ വീട്ടിലേക്ക് പോലും പോകാതെ നേരെ പൂജയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പൂജയോടും ഒരു പ്രത്യേക മുറിയിൽ വെച്ചിട്ട്, നീ അവരുടെ കൂടെയൊക്കെ ചേർന്ന് സമരം ചെയ്യാണോ, അപ്പോൾ നീയും അവരെ പോലെയാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയല്ല, എനിക്ക് അവരുടെ ആശയങ്ങൾ ഇഷ്ടമാണ്, അവർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ സമരം ചെയ്യുന്നത് എന്ന് പൂജ മറുപടി പറയുന്നു. എന്താ നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ലേ, ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പത്രം വായിക്കും. പത്രത്തിൽ പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടല്ലോ, അത് മാത്രം പെണ്ണുങ്ങൾ വായിച്ചാൽ മതി. നീ ഫ്രണ്ട് പേജൊക്കെ വായിക്കുമല്ലേ, അതാണ് ഇത്ര അറിവുള്ളവളെ പോലെ സംസാരിക്കുന്നത്. പെണ്ണുങ്ങൾ വീടിനകത്ത് ഒതുങ്ങി
പുരുഷന്മാർക്കും അമ്മ അച്ഛനും അടങ്ങി വീട്ടിൽ പാചകം ചെയ്ത് വീട് നോക്കി ജീവിച്ചാൽ മതി. ആണുങ്ങൾ ഈ നാടിനെ നോക്കിക്കോളും. ആവശ്യമില്ലാതെ എല്ലാത്തിലും തലയിടണ്ട എന്ന് നായിക പറയാണ്. ഇവിടെ നായിക ഒരു പെണ്ണായിരുന്നിട്ടും അടിമയായിരിക്കണം എന്ന ചിന്താഗതിയോടെയാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കാണുന്ന പൂജയ്ക്കും ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. നിങ്ങൾ ഇത്രയും പിന്തിരിപ്പൻ ചിന്താഗതിക്കാരിയാണോ? ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ ജീവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഉടനെ നമ്മുടെ നായിക കമലേഷിന് ദേഷ്യം വരാണ്. നേരെ പൂജയുടെ കയ്യിൽ കിടക്കുന്ന മോതിരം വെള്ളത്തിൽ മുക്കി ആ മോതിരം അവളുടെ കയ്യിൽ നിന്ന് ഊരിയെടുക്കുകയാണ്. എത്ര അഹങ്കാരമാണ് നിനക്ക്! എൻ്റെ വീട്ടിലേക്ക് നീ മരുമകളായി വരണ്ട. ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ സംസാരിച്ച് ഈ നിശ്ചയം ക്യാൻസൽ ചെയ്യാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ മോതിരം എടുത്ത് ഇറങ്ങിപ്പോരുന്നു. ഇപ്പോൾ നമ്മുടെ നായികയുടെ വീട്ടിലെ ആണുങ്ങളൊക്കെ വരികയാണ്. അതും ആ കാർന്നവരുണ്ടല്ലോ, നായികയുടെ അമ്മായിയച്ഛൻ. അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരാണ്. നിന്നോട് ഞാൻ സ്വതന്ത്രമായിരിക്കാനും അടുക്കളയിൽ ഒതുങ്ങി കൂടരുതെന്നും പറഞ്ഞാൽ നീ പോയി ആ കുട്ടിയോട് ദേഷ്യപ്പെടുകയാണോ? അവൾ ചെയ്തതിൽ എന്താ തെറ്റ്? നിനക്ക് അസൂയാണ്. നിന്നേക്കാൾ അവൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്നും പുതിയ കാര്യങ്ങൾ അറിയാമെന്നുള്ള അസൂയ കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവിടെയുള്ളവരൊക്കെ, അതായത് വീട്ടിലെ ആണുങ്ങളൊക്കെ നമ്മുടെ നായികയെ വല്ലാതെ വഴക്ക് പറയാണ്. ഇപ്പോൾ ഉടനെ പോയി പൂജയോട് മാപ്പ് ചോദിച്ച് ഈ നിശ്ചയം വീണ്ടും നടത്തണമെന്നും പറയാണ്. കട്ട് ചെയ്താൽ ഇപ്പോൾ പൂജ ഇവരുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മോതിരം ഊരിക്കൊണ്ട് പോയതിനു ശേഷം എൻ്റെ അച്ഛന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. ഫാമിലി ഡോക്ടറോട് ചോദിച്ചപ്പോൾ അസിഡിറ്റി ആണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഭയന്നുപോയി. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് പൂജ പറയാണ്. അപ്പോഴാണ് നായിക കമലേഷും പൂജയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. എൻ്റെ ഭർത്താവും അമ്മായച്ഛനും എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. നീ എന്നേക്കാൾ നന്നായി പഠിച്ചവളല്ലേ, ഈ കുടുംബത്തിൽ വന്ന് നീ എൻ്റെ സ്ഥാനം ഇല്ലാതാക്കുവോ എന്നൊരു പേടി കൊണ്ടാണ് ഞാൻ നിന്നോട് കൂടുതൽ ദേഷ്യപ്പെട്ടത്. കാരണം ഈ കുടുംബത്തിൽ ഞാൻ പഠിക്കാതെയാണ് കല്യാണം കഴിച്ചു വന്നത്. ഇവിടെയുള്ള ആണുങ്ങളൊക്കെ പല കാര്യങ്ങളും രാഷ്ട്രീയമൊക്കെ സംസാരിക്കും. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതിനിടയിൽ വളരെ കഷ്ടപ്പെട്ട് പോരാടിയാണ് ഞാൻ ഇപ്പോൾ ഈ ബഹുമാനം നേടിയെടുത്തത്. അത് നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നവർ പറയുന്നു. ഇത് പൂജയും മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ നായിക ഇന്നസെന്റ് ആണെന്നും അവർക്കിതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്നും കരുതുന്നു. ഇപ്പോൾ നായിക പൂജയ്ക്ക് വീണ്ടും മോതിരിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആ വീട്ടിൽ കല്യാണത്തിന്റെ തിരക്കാവുന്നു. കല്യാണം ആകുന്നവരെ നമ്മുടെ പൂജയും അരുണും വളരെ സന്തോഷത്തോടെ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ റിസപ്ഷന്റെ അന്ന് രാത്രി എത്താണ്. അരുൺ അവന്റെ കൂട്ടുകാരുമായി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്റെ ഏട്ടത്തിയായ നായികയുടെ അടുത്ത് വന്ന്, സ്ത്രീകൾക്ക് കുടിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, ഏട്ടത്തി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് ഏട്ടത്തിയെ കൊണ്ടും കുടിപ്പിക്കുന്നു. പുലർച്ചെ 4 മണിക്ക് അവിടെ നമ്മുടെ അരുണിന്റെയും പൂജയുടെയും വിവാഹം നടക്കുകയാണ്. അന്ന് പൂജയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു, പനിയായിരുന്നു. ഗുളിക കഴിച്ചിട്ടാണ് അവൾ കല്യാണത്തിനിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ പൂജയെ അരുൺ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ആദ്യ രാത്രികളിലെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിലെ സ്ത്രീകളൊക്കെ താഴെയുള്ള വരാന്തയിൽ നൃത്തം ചെയ്യാണ്. നൃത്തം ചെയ്യാൻ നമ്മുടെ കമലേഷിനെ കഴിഞ്ഞേ മറ്റാരും ഉള്ളൂ. അവരും കല്യാണം ആഘോഷിച്ച് നൃത്തം ചെയ്യാണ്. ഇവിടെ മുറിക്കുള്ളിൽ നമ്മുടെ പൂജ ഇരിക്കുകയാണ്. അവിടേക്ക് അരുൺ വരികയും തന്റെ ഭാര്യയെ ചില സമ്മാനങ്ങൾ കാണിക്കുകയും ചെയ്യാണ്. അപ്പോഴാണ് പൂജ പറയുന്നത്, അരുൺ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. രാവിലെ മുതൽ എനിക്ക് തീരെ സുഖമില്ല, നല്ല പനിയുണ്ട്, നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്താലോ? എന്തു പനിയോ? ഞാൻ മാറ്റാം എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കാതെ അരുൺ അവളെ സമീപിക്കുകയാണ്. അയ്യോ അരുൺ, ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് വയ്യ എന്ന് പറഞ്ഞില്ലേ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? കുറച്ച് മാറി നിൽക്ക് എന്ന് പറഞ്ഞാലും, അയ്യോ നീ അതോർത്ത് വിഷമിക്കണ്ട, എൻ്റെ അടുത്ത് വന്നാൽ എല്ലാം മാറും എന്ന് പറഞ്ഞ് അവിടെ തന്റെ ഭാര്യ പറയുന്നതിന് വില കൊടുക്കാതെ അവൻ അവളുമായി ബലമായി ബന്ധപ്പെടുന്നു. കട്ട് ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായിക കമലേഷ് രാവിലെ തുളസി ചെടിക്ക് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ ടെറസിന്റെ അറ്റത്ത് നമ്മുടെ പൂജ നിൽക്കുന്നത് അവൾ കാണുന്നു. അവർക്ക് ഒരു തരം ഭയം തോന്നാണ്. അപ്പോഴാണ് കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് വീണ്ടും കാണിക്കുന്നത്. അങ്ങനെ പൂജയുടെ സമ്മതമില്ലാതെ ബലപ്രയോഗം നടത്തി അരുൺ അവിടെ ബന്ധപ്പെട്ടപ്പോൾ പൂജ പൊട്ടിക്കരഞ്ഞിരുന്നു. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്. നീ എൻ്റെ ഭാര്യയായി, അതോടെ നീ എൻ്റെ സ്വത്തായി മാറി. ഇങ്ങനെ ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നത് നിയമപരമാണ്, അതിന് പ്രത്യേകിച്ച് പെർമിഷനൊന്നും വേണ്ടല്ലോ എന്നാണ് അവിടെ അരുൺ പറയുന്നത്. എന്നാലും പൂജ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പൂജ, ഞാൻ പറഞ്ഞില്ലേ, നിന്റെ കരച്ചിലിന് ഇവിടെ ഒരു വിലയുമില്ല. എനിക്ക് എപ്പോഴൊക്കെ തോന്നുന്നോ അപ്പോഴൊക്കെ നീ എൻ്റെ കൂടെ കിടക്കണം എന്നവൻ പറയാണ്. നീ എന്നെ നശിപ്പിച്ചു, എൻ്റെ സമ്മതമില്ലാതെയാണ് നീ അത് ചെയ്തത്. അതെങ്ങനെ ആ വാക്ക് പറയാൻ കഴിയും? നിനക്ക് ഞാൻ അങ്ങനെ ചെയ്തെന്ന് തോന്നിയാൽ ഇപ്പോൾ തന്നെ പുറത്തു പോയി ഈ സത്യങ്ങളൊക്കെ പറ എന്ന് പറഞ്ഞ് അവൻ അവളെ റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നു. പൂജയും അരുണിന്റെ വീട്ടിൽ ഇതൊക്കെ പറയാമെന്ന് കരുതി പുറത്തു വരുമ്പോൾ അവിടെ കമലേഷ്, ഒരു പെണ്ണ് കല്യാണത്തിന് ശേഷം ഭർത്താവ് പറയുന്നത് കേട്ട് വേണം ജീവിക്കാൻ, അതാണ് ഈ കുടുംബത്തിന്റെ അഭിമാനം, ആ അഭിമാനം കെടുത്തുന്നത് എനിക്കിഷ്ടമല്ല എന്ന് സംസാരിക്കുന്നത് കേൾക്കാണ്. ഇത് കേട്ട് പൂജയ്ക്ക് ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത് പുറത്തു പറയാൻ കഴിയാതെ വീണ്ടും മുറിയിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ അരുൺ വീണ്ടും റൂമിലേക്ക് വന്നോ? ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായോ? ശരി വാ, വീണ്ടും തുടങ്ങാം എന്ന് പറയുമ്പോൾ പൂജ വീണ്ടും കരയാണ്. അതിനുശേഷമാണ് ആ രാത്രിയോടെ അവൾ തന്റെ വിവാഹ ജീവിതത്തെ വെറുക്കുന്നത്. അതേ രാത്രി നമ്മുടെ നായിക കമലേഷും തന്റെ മുറിയിലേക്ക് പോവാണ്. അവർ വന്നതും അവരുടെ ഭർത്താവ് മകളോട്, നീ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ കിടന്നോ എന്ന് പറയാണ്. ഇപ്പോൾ കമലേഷ് കിടക്കേ കിടക്കുമ്പോൾ ഉടനെ ഭർത്താവ് കമലേഷിന്റെ കാല് തടവി കൊടുക്കുന്നത് കാണിക്കുന്നു. അതെ, രാവിലെ മുതൽ നീ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. തന്നെ ഇത്രയും മനസ്സിലാക്കുന്ന സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടിയതിൽ കമലേഷ് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ പുലർച്ചെ കാണിക്കുന്നു. അപ്പോഴാണ് നായിക ടെറസിൽ നിൽക്കുന്ന പൂജയെ കാണുന്നത്.
അവിടെ ചെന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ പൂജ ഒന്നും പറയാതെ വീണ്ടും മുറിയിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയി വരികയാണ്. ഇപ്പോൾ മൂത്ത മരുമകൾ എന്ന നിലയിൽ പൂജയ്ക്ക് എങ്ങനെ പാചകം ചെയ്യണം, രാവിലെ ആർക്കൊക്കെ കാപ്പി കൊടുക്കണം, അതെങ്ങനെ വിളമ്പണം എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിലെ ജോലികളൊക്കെ പൂജയ്ക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കുപ്പി ഗ്ലാസ് താഴെ വീഴുന്നു. എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ എന്ന് പൂജ ചോദിക്കുകയാണ്. ഇവൾക്ക് എന്ത് പറ്റി, ശരിവാ പോവാം എന്ന് പറഞ്ഞ നായിക പൂജയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പൂജ വീട്ടിലെത്തിയ ഉടനെ തൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ രാത്രി തനിക്കുണ്ടായ ക്രൂരതകളെക്കുറിച്ച് തനിച്ചിരുന്ന് പറയാണ്. ഇപ്പോൾ ഹാളിൽ പൂജയുടെ അച്ഛനും നായികയും കാത്തിരിക്കുകയാണ്. ഈ കഥകളൊക്കെ കേൾക്കുന്ന പൂജയുടെ അമ്മ ദേഷ്യപ്പെട്ടു പോയി വഴക്കിടുമെന്ന് കരുതുമ്പോൾ തൻ്റെ മകളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. നോക്ക്, നീ അവൻ്റെ ഭാര്യയാണ്, ഭർത്താവ് എന്ത് ചെയ്താലും നീ അഡ്ജസ്റ്റ് ചെയ്യണം. നിനക്ക് മനസ്സിലാവുന്നില്ലേ, ഇങ്ങനെ പെട്ടെന്ന് അമ്മ വീട്ടിലേക്ക് വരാൻ പാടില്ല. രണ്ടാമത്തെ ദിവസം തന്നെ നീ വന്നാൽ അവരെന്ത് വിചാരിക്കും? ചായ കുടിച്ച ഉടനെ തിരിച്ചു പോകണം, പോരാത്തതിന് ആ മൂത്ത മരുമകളെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നു. അമ്മേ, എന്താ മനസ്സിലാക്കാത്തത്? എനിക്ക് രാത്രി അവിടെ നിൽക്കാൻ തന്നെ ഭയമാണ് എന്ന് പറയുമ്പോൾ, നോക്ക്, നിങ്ങളുടെ അമ്മായച്ചൻ വലിയൊരാളാണ്, നിന്റെ അനിയന് ജോലിയില്ല, പുള്ളി ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ അവന് സർക്കാർ ജോലി കിട്ടും. നീ ഞാൻ പറയുന്നത് കേൾക്കാതെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചില്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്യും എന്ന് പറഞ്ഞ് പൂജയുടെ അമ്മ ഭീഷണിപ്പെടുത്താണ്. ഒരു വഴിയില്ലാതെ പൂജ എല്ലാം സഹിച്ച് വീണ്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുന്നു. അപ്പോഴാണ് പൂജയുടെ മൊബൈലിലേക്ക് ഭർത്താവായ അരുൺ വിളിക്കുന്നത്. അപ്പോൾ നായികയാണ് സംസാരിക്കുന്നത്. അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നത് എന്ന് പറയുമ്പോൾ, എടുത്തി വേഗം വാ, ഞങ്ങൾക്ക് ഹണിമൂണിന് പോകണം, നാളെ പോകണം, സൂട്ട് കേസൊക്കെ പാക്ക് ചെയ്യണം, നിങ്ങളാണ് എടുത്തു തരേണ്ടതെന്ന് പറഞ്ഞ് അരുൺ ഫോൺ വെക്കുകയാണ്. ഇപ്പൊ പൂജ, വീട്ടിൽ തന്നെ നിന്റെ ഉപദ്രവം സഹിക്കാൻ പറ്റുന്നില്ല, ഹണിമൂണിന് പോയാൽ കഴിഞ്ഞു എന്ന് ഭയന്ന് എനിക്ക് പെട്ടെന്ന് ബാത്റൂമിൽ പോകണം, വണ്ടി നിർത്ത് എന്ന് കമലേഷിനോട് പറയാണ്. കമലേഷ് ഒരു പെണ്ണായാൽ ബാത്റൂമിൽ പോകാൻ പോലും അടക്കി നിർത്താൻ അറിയില്ലേ? ഞാനൊക്കെ 12 മണിക്കൂർ വരെ അടക്കി നിർത്തിയിട്ടുണ്ട്, വീട്ടിൽ പോയിട്ട് പോവാം എന്ന് ഉപദേശിച്ചിട്ട് നിനക്ക് വേണ്ടി വണ്ടി നിർത്താമെന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ പൂജ പെട്ടെന്ന് ഇറങ്ങി ഓടുകയാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കമലേഷിന് ഒന്നും മനസ്സിലാവുന്നില്ല. കമലേഷ് വീട്ടിലെത്തി പൂജയെ പെട്ടെന്ന് കാണാതായി ഓടിപ്പോയി എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഞെട്ടുകയാണ്. മെയിനായിട്ടും ഈ അരുണും ആ കാർന്നവരും. നീ എന്താണ് ഇന്നലെ രാത്രി ആ കുട്ടിയെ ചെയ്തത്? എന്തിനാണ് അവൾ ഭയം ഓടിയത്? ഇതുകൊണ്ട് കുടുംബത്തിന്റെ മാനം പോവും, എല്ലാവരും പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞ് തന്റെ 2 മക്കളെയും അന്വേഷിക്കാൻ വിടുകയാണ്. മറുവശത്ത് നായികയും പൂജയെ അന്വേഷിച്ചിറങ്ങുന്നു. ആ സമയത്താണ് നായികയ്ക്ക് അന്ന് സമരം ചെയ്ത ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയോട് ചെന്ന് പൂജയെ കാണാനില്ല എന്ന് പറയാണ്. അവരും വിഷമിക്കണ്ട, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് തന്റെ സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിക്കാൻ പറയാണ്. അങ്ങനെയാണ് ആ നാട്ടിലുള്ള ഒരു പാർക്കിൽ പൂജ ഭയന്നിരിക്കുന്നതായി ഇവരറിയുന്നത്. അവർ ആ പാർക്കിലേക്ക് പോവാണ്. അപ്പോഴാണ് പൂജയോട് ആ സമരം ചെയ്ത സ്ത്രീ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നത്. തനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ വെച്ചുണ്ടായ ക്രൂരതകളെ കുറിച്ച് പൂജ അവരോട് മാത്രം പങ്കുവെക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായിക അടുത്തില്ലായിരുന്നു. അത് കേട്ടിട്ട്, ഇതൊന്നും ആലോചിച്ച് നീ തളർന്നു പോകരുത്, ഇത്തരം പ്രശ്നങ്ങൾ ഇന്ത്യയിലെ പല വീടുകളിലും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിനക്ക് കൂട്ടു നിൽക്കേണ്ടത് മറ്റൊരു സ്ത്രീയാണ്, അതും ആ വീട്ടിലെ മറ്റൊരു സ്ത്രീ നിന്നെ പിന്തുണച്ചാൽ നിനക്കിതിൽ നിന്ന് എളുപ്പം പുറത്തു വരാം. ആ മൂത്ത മരുമകളായ കമലേഷില്ലേ, അവരോട് നീ ഇത് പറയണം, അവര് കുറച്ച് ശുദ്ധഗതിക്കാരിയാണ്, പക്ഷെ ഇതൊക്കെ മനസ്സിലാവും എന്ന് പറയുമ്പോൾ പൂജയും തലയാട്ടുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് നായികയായ കമലേഷും വരികയാണ്. എവിടെ പോയി പൂജ? എത്ര നേരമായി നിന്നെ അന്വേഷിക്കുന്നു, എന്താണ് കരയുന്നത്? ഇന്നലെ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പൂജ കരഞ്ഞുകൊണ്ട്, ഇന്നലെ എനിക്ക് ഭയങ്കരമായ പനിയുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ റൂമിലേക്ക് പോയി, എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ ഭർത്താവിൻ്റെ അനിയൻ അരുൺ എന്നെ വിട്ടില്ല, എന്നോട് മോശമായി പെരുമാറി എന്നെ നശിപ്പിച്ചു എന്ന് പറയുന്നത്. ഇത് നായികയ്ക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. എന്താ, അരുണിനെ കുറിച്ച് എന്നോട് മോശമായി സംസാരിക്കുകയാണോ എന്ന് ചോദിച്ച് അവർ പൂജയുടെ മുഖത്തടിക്കുന്നു. ഞാൻ വളർത്തിയ പയ്യനാണ് അരുൺ, അവൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല, വെറുതെ നിന്റെ ബെഡ്റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കരുത്, നിനക്ക് നാണമില്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളും എന്നെ മനസ്സിലാക്കുന്നില്ലേ? എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലേ? അവൻ അങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താ മുഖത്തടിക്കുന്ന പോലെ സംസാരിക്കുന്നത് എന്ന് പൂജ ചോദിക്കുകയാണ്. എനിക്കൊരു നല്ല ചേച്ചിയെ കിട്ടിയെന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ നിങ്ങളൊരു വിഡ്ഢിയാണ് എന്നവൾ പറയുന്നു. ഇപ്പോൾ നായിക പൂജയെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ വീട്ടിലുള്ള കാർന്നവരുണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ തുറച്ചു നോക്കുകയാണ്. പൂജയെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവിടെ മധുരം കൊടുക്കാൻ വന്നവരെ ഓരോ വീട്ടിലേക്കും കൊടുക്കാൻ പറഞ്ഞ് വിടുകയാണ്. ഇപ്പോൾ പൂജയോട് വന്നിട്ട്, നിന്നെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞാൻ കവിതയൊക്കെ എഴുതി വെച്ചു, പക്ഷെ നീ രാവിലെ തന്നെ എവിടേക്കോ കാണാതായി, ഇത് പുറത്തറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ കുടുംബം അപമാനിക്കപ്പെട്ടേനെ, ഭാഗ്യത്തിന് നീ അതിനു മുമ്പ് വന്നു, ഇനിമേൽ ഇങ്ങനെ നടക്കാതെ നോക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവാണ്. ഇവിടെ പൂജ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നായികയ്ക്കും അരുൺ തെറ്റ് ചെയ്തിട്ടുണ്ടാകുമോ എന്നൊരു ചിന്ത വരെയാണ്. അപ്പോഴാണ് അരുണിന്റെ കോളേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു നോക്കുന്നത്. അരുണിന്റെ ജ്യേഷ്ഠനായ തന്റെ ഭർത്താവിനോട്, നിങ്ങളുടെ അനിയൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പ്രശ്നത്തിൽ പെട്ടില്ലേ, അത് പെൺകുട്ടികളുടെ പ്രശ്നമായിരുന്നോ, അവൻ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, എന്തിനാ വെറുതെ ചിന്തിക്കുന്നത് എന്ന് അദ്ദേഹം തന്റെ ഭാര്യയോട് പറയാണ്. അന്നത്തെ ദിവസം രാത്രി പൂജ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും ആ മുറിയിൽ അരുൺ വരികയാണ്. എന്താ പൂജ, എവിടെ പോയി എന്ന് ചോദിച്ച് റൂമിന്റെ വാതിലടച്ച് വീണ്ടും ആ രാത്രി ആ ക്രൂരത തന്നെ നടക്കുകയാണ്. ഇപ്പോൾ പൂജ ആ ഉപദ്രവങ്ങൾ സഹിച്ച് അവിടെ ജീവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ അവർ ഹണിമൂണിന് പോവുകയാണ്. ഇവിടെ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഹണിമൂണിന് എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ എന്ന ഭയത്തോടെയാണ് അവൾ പോകുന്നത്. ഇതെല്ലാം മൂത്ത മരുമകളായ നമ്മുടെ നായിക കാണുന്നുണ്ട്.
പൂജ ഹണിമൂണിന് പോയ സമയത്ത് നമ്മുടെ നായികയ്ക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരികയാണ്. അതായത് വിവാഹത്തിന് ശേഷം ഭാര്യ നോ എന്ന് പറഞ്ഞാലും ഭർത്താക്കന്മാർക്ക് അവരെ സമീപിക്കാമോ, അത് തെറ്റാണോ അല്ലയോ, അത് അവരുടെ അവകാശമാണോ അല്ലയോ, അതിൽ നിയമത്തിന് സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത്, ഒരു പെണ്ണ് നോ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും നോ തന്നെയാണ്. കല്യാണം എന്നത് പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാത്ത സമയത്ത് പുരുഷൻ അവളുമായി ബന്ധപ്പെടാൻ കഴിയില്ല. അതുപോലെ ഒരിക്കൽ, അതായത് സമ്മതത്തോടെ ബന്ധപ്പെട്ടതിന് ശേഷം വീണ്ടും, അതായത് മുൻപ് സമ്മതത്തോടെ ആയിരുന്നല്ലോ എന്ന് കരുതി ഇപ്പോൾ സമ്മതമില്ലാതെയും ബന്ധപ്പെടാൻ കഴിയില്ല. ഓരോ തവണയും പരസ്പര സമ്മതത്തോടെ മാത്രമേ സാധിക്കൂ. അത് ലംഘിച്ചാൽ അതൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് കേട്ട് നമ്മുടെ നായികയ്ക്ക് ശരീരം വിറയ്ക്കുകയും കണ്ണു നിറയുകയും ചെയ്യാണ്. ഹണിമൂണിന് വന്നിരിക്കുന്ന പൂജ തന്റെ ഭർത്താവിനോട് അന്ന് വീട്ടിൽ വെച്ച് അറിയാതെ അങ്ങനെ സംഭവിച്ചു, അത് നമുക്കിപ്പോൾ തന്നെ മറക്കാം, പുതുതായി തുടങ്ങാം, സംസാരിച്ച് മനസ്സിലാക്കാം എന്ന് പറയാണ്. എന്നാൽ ആ രാത്രി ഭർത്താവ് വീണ്ടും, അതെന്താ സംസാരിച്ച് മനസ്സിലാക്കുന്നത്, നീ എൻ്റെ ഭാര്യയല്ലേ, അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പൂജയോട് മോശമായി പെരുമാറുന്നു. പൂജയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അവിടെ ഹണിമൂണിലുള്ള ഓരോ ദിവസവും ഈ രാത്രിയിലെ വേദന അവൾ അനുഭവിക്കുകയാണ്. ഇവിടെ വീട്ടിലുള്ള നായിക പത്രത്തിന്റെ 1-ാം പേജ് വായിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർക്ക് അറിവ് ലഭിക്കുകയാണ്. ഇതെല്ലാം കണ്ട് നായികയുടെ ഭർത്താവും സന്തോഷിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അറിവ് വളർത്ത്, ലഞ്ചൊക്കെ ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ജോലിക്ക് പോവാണ്. ഇവിടെ നായിക സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പല മീറ്റിങ്ങുകളും പോയി പങ്കെടുക്കുകയാണ്. അതിൽ പല സ്ത്രീകളും വന്നിട്ട്, കല്യാണം കഴിഞ്ഞത് മുതൽ ഇതുവരെ ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ ഭർത്താവുമായി ബന്ധപ്പെടാൻ താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഇഷ്ടം ചോദിക്കാതെയാണ് അദ്ദേഹം ബന്ധപ്പെടുന്നത്. രാത്രി വന്നാൽ തന്നെ ഞാൻ ഭയന്ന് വിറയ്ക്കുന്ന കാലമാണ്. ഇപ്പോഴും രാത്രി വരുമോ എന്ന് കരുതിയിട്ടാണ് ഭയക്കുന്നത് എന്നൊക്കെ അവർ തുറന്നു പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ചായി നമ്മുടെ നായികയ്ക്കും യാഥാർത്ഥ്യം എന്താണെന്നും ഒരു പുരുഷനെ കീഴടങ്ങിയ ഒരു പെണ്ണിരിക്കാൻ പാടില്ലെന്നും മനസ്സിലാവുന്നു. അതുപോലെ ഇവിടെ പൂജയ്ക്ക് ഹണിമൂണിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അരുൺ പൂജയോട് പെട്ടെന്ന് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി വരാൻ പറയുന്നു. എന്നാൽ പൂജ പുറത്തു വരാൻ വിസമ്മതിക്കുകയാണ്. അരുൺ വന്ന് ഭയങ്കരമായി വാതിലിൽ തട്ടുന്നുണ്ട്. പുറത്തുപാടി എന്ന് പറഞ്ഞ അലറുകയാണ്. അപ്പോഴാണ് തനിക്ക് പീരീഡ്സ് ആണെന്നും ഇപ്പോൾ വരാൻ കഴിയില്ലെന്നും പൂജ പറയുന്നത്. എന്നാൽ അരുൺ അത് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നിനക്ക് പീരീഡ്സ് ആണെന്ന് എനിക്ക് തെളിയിക്ക് എന്ന് പറയാണ്. പൂജ അവിടെ തകർന്നു പോവാണ്. അവിടെ വെച്ചിട്ടാണ് ഭയാനകമായ ഒരു കാര്യം അവൾ ചെയ്യുന്നത്. ഒരു ബ്ലേഡ് എടുത്ത് അവൾ സ്വയം മുറിവേൽപ്പിക്കുകയാണ്. കട്ട് ചെയ്താൽ ഇപ്പൊ പൂജയെ അരുൺ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ പൂജയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാണ്. നാട്ടിൽ വന്ന വിവരം അറിഞ്ഞ നായിക ഓടിപ്പിടിച്ച് ആശുപത്രിയിൽ വരുമ്പോൾ അരുൺ വാതിലൊക്കെ നിൽക്കാണ്. എടത്തി, പൂജയ്ക്ക് എന്തോ പറ്റി, അവൾ ബോധമില്ലാത്ത അവസ്ഥയിൽ ഡോക്ടറുടെ ചികിത്സയിലാണ്, എന്താണെന്ന് പോയി നോക്ക് എന്നവൻ പറയാണ്. അപ്പോഴാണ് അവർ ഡോക്ടറുടെ അടുത്ത് ചെന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നത്. ഈ പൂജ ആയുധം ഉപയോഗിച്ച് സ്വയം മുറിവേൽപ്പിച്ചിരിക്കുകയാണ്, അതും പറയാൻ പാടില്ലാത്ത ഭാഗത്താണ് അവൾ അങ്ങനെ ചെയ്തത് എന്ന് ഡോക്ടർ പറയാണ്. ഇത് കേട്ട് നായിക നടുങ്ങി പോവാണ്. അങ്ങനെ പുറത്തു വന്ന് കുടുംബത്തെ മുഴുവൻ നോക്കിയിട്ട്, പുരുഷന്മാരൊന്നും ഇവിടെ നിൽക്കണ്ട, ഞാൻ പൂജയെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് വിടുന്നു. ഇപ്പോൾ ആ കാർന്നോരും തന്റെ 2 ആൺമക്കളെയും നായികയുടെ മകളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാണ്. നായിക പൂജയുടെ അടുത്ത് വന്നിട്ട്, എന്തു പറ്റി മോളെ, എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ രാത്രി ഹണിമൂണിൽ തനിക്കുണ്ടായ ക്രൂരതയെക്കുറിച്ച് അവൾ പറയുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ എന്നെ വിശ്വസിക്കാമോ, ഇതൊന്നും ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, എനിക്കുള്ളിൽ അത്രയധികം വേദനകളുണ്ട്, അരുണിനൊപ്പമുള്ള ജീവിതം അത്രത്തോളം നരകമാണ്, എന്നെ മനസ്സിലാക്ക് എന്ന് നായികയോട് കരഞ്ഞു പറയാണ്. നായിക അപ്പോഴാണ് പൂജയെ പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പൂജയെ രക്ഷിക്കണം എന്നവർ തീരുമാനിക്കുകയാണ്. ഒരു ചെറിയ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ നായികയ്ക്ക് എപ്പോഴും അവരുടെ അമ്മായിച്ചൻ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതായത് പുരാണ കഥകളിൽ സ്ത്രീകൾ അവർക്ക് വേണ്ട കാര്യങ്ങൾക്കായി എങ്ങനെ പോരാടി അവകാശം നേടിയെടുത്തു എന്നൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. കട്ട് ചെയ്താൽ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. നായിക പൂജയുടെ അടുത്ത് വന്നിട്ട്, ഇനി മുതൽ എൻ്റെ പൂർണ്ണ പിന്തുണ നിനക്കായിരിക്കും, നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇതിനെ നേരിടും, ഈ അരുണിനോട് എനിക്കുണ്ടായിരുന്ന എല്ലാ സ്നേഹവും ഞാൻ തകർത്ത് കളഞ്ഞു, ഇതിനുശേഷം നിനക്ക് നീതി വാങ്ങി നൽകുക എന്നതാണ് എൻ്റെ ജോലി എന്ന് പറയാണ്. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അരുൺ ആശുപത്രിയിലേക്ക് വരികയാണ്. ഡോക്ടറെ കണ്ടിട്ട്, എൻ്റെ ഭാര്യ പൂജയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു കാര്യം അന്വേഷിക്കാൻ വന്നതാണ്, എൻ്റെ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം എപ്പോഴാണ് ബന്ധപ്പെടേണ്ടത്, ഇപ്പോൾ തന്നെ ആകാമോ അതോ കുറച്ച് സമയം എടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഡോക്ടർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എടാ, നീ മനുഷ്യനാണോടാ, നീയല്ലേ നിന്റെ ഭാര്യയ്ക്ക് ഈ ഗതി വരുത്തിയത്, അവൾ ചെയ്ത കാര്യം നിന്റെ ഏട്ടത്തിയോട് പറഞ്ഞപ്പോൾ അത് കേട്ട് അവർ ബോധം കെട്ടു വീണു, എന്നിട്ട് നീ ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണോ, നീ എൻ്റെ മുഖത്ത് പോലും നോക്കരുതെന്ന് പറഞ്ഞ് വാച്ച്മാനെ വിളിച്ച് ഇവനെ പുറത്താക്കാൻ പറയുന്നു. അവിടെ അരുണിനും ഒരു വല്ലായ്മ തോന്നാണ്. അയ്യോ, ഇവൾ ഇങ്ങനെ ചെയ്തോ, അപ്പോൾ ഏട്ടത്തിയും അറിഞ്ഞോ, ഇനി എന്ത് ചെയ്യും എന്നൊരു കുറ്റബോധത്തോടെയും ദേഷ്യത്തോടെയും അവൻ അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അരുൺ ചെറുപ്പം മുതലേ തന്റെ ഏട്ടത്തിയുടെ കൂടെയാണ് വളർന്നത്. നമ്മുടെ നായിക അന്ന് അധികം പഠിക്കാത്തതുകൊണ്ടും പുരുഷന്മാർക്ക് അടങ്ങി നിൽക്കുന്നതുമാണ് സ്ത്രീകളുടെ ജോലി എന്ന ചിന്താഗതി ഉള്ളതുകൊണ്ടും ആ ചിന്താഗതിയിലാണ് അരുണിനെയും വളർത്തിയത്. നിനക്കൊരു ഭാര്യ വരുമ്പോൾ അവൾ നിനക്കുള്ളവളാണ്, അവളിൽ നിന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അരുൺ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്.
ഇതും നായിക ഓർത്തു നോക്കുന്നുണ്ട്. പൂജയോട് അരുണിനെയും തന്റെ ഭർത്താവിനെയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്റെ ഭർത്താവ് എനിക്ക് എല്ലാ അവകാശങ്ങളും നൽകി എന്നെ മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ അരുൺ എന്തുകൊണ്ട് ഇങ്ങനെ ക്രൂരനായി മാറി എന്നതിന് എന്റെ വളർത്തലും ഒരു കാരണമാണ്. എന്റെ അച്ഛൻ ഉപദേശിക്കുമ്പോൾ ഇടയ്ക്കൊരു കാര്യം പറയും, തെറ്റ് നടക്കുന്നതിനേക്കാൾ വലിയ തെറ്റ് ആ തെറ്റ് നടക്കുന്നിടത്ത് അത് ചോദ്യം ചെയ്യാതിരിക്കുന്നതാണ്, അവരാണ് വലിയ കുറ്റവാളികൾ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ആദ്യം ചേർക്കേണ്ട പേര് എന്റെ പേര് തന്നെയാണ്. ഞാനാണ് ഒന്നാമത്തെ കുറ്റവാളി. നീ വിഷമിക്കേണ്ട, എങ്ങനെയെങ്കിലും ആ അരുണിനെ പോലീസിൽ പിടിപ്പിച്ചു കൊടുത്ത് നിനക്ക് നീതി വാങ്ങിത്തരും എന്ന് പറയാണ്. അരുൺ തന്റെ വീട്ടിലേക്ക് വരികയാണ്. വാതിൽ തട്ടുന്നു. വീടിനുള്ളിൽ സ്ത്രീകൾ മാത്രമാണുള്ളത്. സ്ത്രീകളെ ഉള്ളൂ, നീ ഒന്ന് അകത്ത് കയറരുത് എന്ന് പറയാണ്. അപ്പോൾ ആ വീട്ടിൽ എന്തോ ഒരു ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് പുരുഷന്മാരൊക്കെ പുറത്തിരിക്കുകയാണ്. അവിടെ മറ്റൊരു ഫ്ലാഷ് ബാക്കും കാണിക്കുകയാണ്. നമ്മുടെ നായിക ഒരു 15 വർഷം മുമ്പ് ഗർഭിണിയായിരുന്നപ്പോൾ അവർക്ക് പിന്തിരിപ്പൻ ചിന്താഗതിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ തനിക്കൊരു ആൺകുട്ടി ജനിക്കണമെന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ അവിടെ അവർക്ക് ജനിച്ചത് ഒരു പെൺകുട്ടിയാണ്. അതിൽ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. വീട്ടിലുള്ള തന്റെ ഭർത്താവോ അച്ഛനോ എത്ര സന്തോഷിച്ചാലും അവർക്കൊരു ആൺകുട്ടിയെ പ്രസവിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം അവരിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഭർത്താവിന്റെ അനിയനായ അരുണിനെ നീ ഇനി മുതൽ എന്റെ മകനെ പോലെയാണ് എന്ന് പറഞ്ഞ് വളർത്തിയത്. അതും ആ ഭാഗത്ത് കാണിക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ പ്രസന്റിലേക്ക് വരാണ്. ഈ കഥ കേൾക്കുന്ന പൂജയും എനിക്കും ചെറുപ്പത്തിൽ ഇതുപോലൊരു കഥയുണ്ട്. ഞാൻ ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു പയ്യൻ മോശമായി സ്പർശിച്ചു. ഇത് ഞാൻ ഉടനെ എൻ്റെ അമ്മയോട് ചെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? എന്നെ ആ ട്യൂഷൻ നിർത്തിച്ചു, വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ പെൺകുട്ടികളെ ചെറുപ്പം മുതലേ പെൺകുട്ടികൾ തന്നെയാണ് ഇങ്ങനെ വളർത്തുന്നത്, പിന്നെ എങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന് സംസാരിക്കുകയാണ്. ഇവിടെ നായികയും ഒരു പെൺകുട്ടിക്ക് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല മോളെ, അവള് കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്രയോ തവണ പാചകം ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഒരു പെൺകുട്ടി തനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്റെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നുവോ, അതാണ് എനിക്ക് സ്വാതന്ത്ര്യം എന്ന് തോന്നുന്നത് എന്ന് സംസാരിക്കുകയാണ്. അതിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ശരി, ഞാൻ ഉടനെ തന്നെ നിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അച്ഛനോടും കുടുംബത്തോടും പറയാം. നമ്മുടെ അച്ഛൻ വളരെ നല്ലവനാണ്, ന്യായം ആരുടെ ഭാഗത്താണോ അവരെയാണ് അദ്ദേഹം പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞ് നായിക പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നായികയെ കാണാൻ അരുൺ വരികയാണ്. അരുണിനെ കണ്ടതും നായികയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. ഏട്ടത്തി, ഞാൻ തെറ്റായിട്ടൊന്നും പെരുമാറിയിട്ടില്ല, അവള് കള്ളം പറയാണ് എന്ന് അരുൺ പറയുന്നു. എനിക്കെല്ലാം അറിയാം, നിന്റെ മേൽ നല്ല ദേഷ്യത്തിലുമാണ് ഞാൻ. നിന്നെ അടിക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്റെ പുറകെ വരരുത്. എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചോ, ഞാൻ തീർച്ചയായിട്ടും നിനക്ക് ജയിൽ ശിക്ഷ വാങ്ങിത്തരും. എങ്ങനെയെങ്കിലും ആ ശിക്ഷ കുറഞ്ഞു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഈ കാര്യം തന്റെ അച്ഛനായ കാർന്നോരോട് പറയാണ്. അത് പറഞ്ഞതിന് ശേഷം അവിടെ ഒരു സംഭവം നടക്കുകയാണ്. വീട്ടിലുള്ള എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരു കുടുംബമായി ഒരിടത്തിരിക്കുകയാണ്. എങ്ങനെയാണ് നിന്റെ ഭാര്യയോട് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് തോന്നിയത് എന്ന് ചോദിച്ച് തന്റെ ഭാര്യയോട് മാപ്പ് പറയാൻ അരുണിനോട് അവരാവശ്യപ്പെടുന്നു. അരുണും മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ആ കാർന്നവര് അതാണ് പ്രശ്നം കഴിഞ്ഞല്ലോ, ഇനി രണ്ടുപേരും ഒരുമിച്ച് കുടുംബമായി ജീവിക്കുക എന്ന് പറയാണ്. ഇത് നായികയ്ക്കും പൂജയ്ക്കും വലിയ ഞെട്ടലാവുന്നുണ്ട്. അപ്പോൾ ഒരു രാത്രിക്ക് മുമ്പുള്ള കഥ കാണിക്കുന്നു. നായിക ആ കാർന്നവരോട് ഈ കാര്യം എങ്ങനെയാവും പറഞ്ഞിട്ടുണ്ടാവുക, അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചതെന്നും കാണിക്കുന്നുണ്ട്. രാത്രി എല്ലാ സ്ത്രീകളോടും പോയി കിടക്കാൻ കാർന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നായിക അവിടെ നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനുശേഷം ഞാൻ പോവാം എന്ന് പറഞ്ഞ് കുറച്ച് മടിച്ചുകൊണ്ട് അരുൺ പൂജയോട് ചെയ്ത ക്രൂരതയെക്കുറിച്ച് പറയാണ്. ഇത് കേട്ട് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോവാണ്. അടുത്ത ദിവസം രാവിലെ നായികയുടെ അച്ഛൻ നായികയെ വിളിക്കുകയാണ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്ന കാര്യം ബെഡ്റൂം വിട്ട് പുറത്തു വരാൻ പാടില്ല. നീ എന്താ പൊതുസ്ഥലത്ത് ഇത് പറയുന്നത്? ആ കുട്ടിയെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുകയാണോ നീ? ഇതൊന്നും സ്ത്രീ സ്വാതന്ത്ര്യമല്ല, ഇതൊക്കെ വളരെ തെറ്റായ കാര്യമാണ് എന്ന് പറയുന്നു. തന്റെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്ന നായിക സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പുറത്തുപോയി വിപ്ലവവും കവിതയും ഒക്കെ സംസാരിക്കുന്നു. സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്ക് ഇത്ര മാത്രമേ ബഹുമാനമുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇത്ര മാത്രമേ ബഹുമാനമുള്ളൂ. പുരുഷന്മാർക്ക് അടങ്ങി തന്നെ സ്ത്രീകൾ നിൽക്കണം. ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തുപോയി സംസാരിക്കുക എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ പുരുഷന്മാരോട് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ വീണ്ടും നമ്മളെ ആ തെറ്റ് മറച്ചു വെച്ച് ഒരു കൂട്ടിനുള്ളിൽ അടയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കൂട്ടിൽ നിന്ന് പുറത്തു പോകാമെന്ന് നായിക കരുതാണ്. ഞാനിത് കോടതിയിൽ കൊണ്ടുപോകാൻ പോവാണ്, അവിടെ പോയി കേസ് കൊടുക്കും, അവിടെ പോയി നീതി വാങ്ങിക്കൊടുക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നീ ഈ വീട് വിട്ട് പുറത്തു പോയി വേണം ചെയ്യാൻ എന്ന് പറഞ്ഞ അച്ഛനും ഈ 2 മരുമക്കളെയും നായികയുടെ മകളെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ഇത് നായികയുടെ ഭർത്താവും കണ്ട് ഒരു വല്ലായ്മ തോന്നാണ്. ആ കുടുംബത്തിലുള്ള അരുണും നായികയുടെ അമ്മായിയമ്മയൊക്കെ കണ്ടു ഞെട്ടുകയാണ്. ആരും ഞെട്ടണ്ട, ഇപ്പോൾ അവർ രണ്ടുപേരെയും ഇവിടെ നിന്ന് പറഞ്ഞയച്ചില്ലേ, അവർക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. അതും നമ്മുടെ മൂത്ത മരുമകൾ കമലേഷിന്റെ കാര്യം പറയേ വേണ്ട. കുറച്ചു നേരം കഴിയുമ്പോൾ ഭയന്ന് ഈ വീട്ടിലേക്ക് തന്നെ ഓടി വന്ന് എൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ച് ഇവിടെ തന്നെ ജീവിക്കാൻ തുടങ്ങും. അതിനുള്ള ടെസ്റ്റാണിത് എന്ന് അദ്ദേഹം പറയാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കമലേഷിന് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ഓടി വരികയാണ്. അവിടെ വാതിൽക്കൽ നിൽക്കുന്ന തന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് പോരാടാൻ കഴിയുന്നില്ല, എനിക്ക് ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് നിങ്ങളാണ് പ്രധാനം എന്ന് പറയാണ്. അപ്പോൾ കമലേഷിന്റെ ഭർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നീ എന്തിനാ കരയുന്നത്? തെറ്റ് ചെയ്തത് നീയല്ല, നിന്റെ അനിയനാണ്. നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ കുടുംബത്തെ എതിർത്ത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് എനിക്കുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനുള്ള ധൈര്യം എനിക്കില്ല. എന്നാൽ ആ ധൈര്യം നിനക്കുണ്ട്. നിന്നെ ഞാനൊരു ഹീറോ ആയിട്ടാണ് കാണുന്നത്.
നീ കരയരുത്, നീ പോയി അവൾക്ക് നീതി വാങ്ങിക്കൊടുക്ക്, അതിനുള്ള പോരാട്ടം നീ മുന്നിൽ നിന്ന് നയിക്ക്, ഞാൻ വീട് നോക്കിക്കോളാം എന്ന് ഭർത്താവ് പറഞ്ഞതും ഇവർക്ക് വല്ലാത്തൊരു വികാരം ഉണ്ടാവുന്നു. അതിനുശേഷം അദ്ദേഹം ഉള്ളിൽ നിന്ന് ഇതുവരെ പറയാത്ത ഐ ലവ് യു തന്റെ ഭാര്യയോട് പറയാണ്. അവരും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറുന്നു. അമ്മ അയച്ചൻ തന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞതുപോലെ മരുമകൾ വന്നോ, കാലിൽ വീണ് മാപ്പ് ചോദിച്ച് വീട്ടിൽ നിൽക്ക് എന്ന് പറയാണ്. ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതല്ല, അനുഗ്രഹം വാങ്ങാൻ വന്നതാണ്. കേസ് കേസ് തന്നെയാണ്, വഴക്ക് വഴക്ക് തന്നെയാണ്, കോടതിയിൽ കാണാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോവാണ്. ഇത് അദ്ദേഹത്തിനും ഒരു വല്ലായ്മ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നായികയും പൂജയും വണ്ടിയിലിരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പൂജ ചോദിക്കുന്നുണ്ട്. എന്നെ മുത്തശ്ശനെ കാണാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് നേരെ ലക്നൌവിലുള്ള മുത്തശ്ശന്റെ വീട്ടിലേക്ക് നായികയും പൂജയും തന്റെ മകളുമായി ചെന്നിറങ്ങാണ്. അങ്ങനെ തന്റെ മുത്തശ്ശനോട് തങ്ങൾക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും പറയാണ്. നായികയുടെ മുത്തശ്ശൻ ഒരു വക്കീലാണ്, അതും പണ്ടുകാലത്ത് തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച ഒരു വക്കീൽ. അദ്ദേഹവും ഈ സംഭവം കേട്ടിട്ട് ഇത് നമുക്ക് കേസായി കൊടുക്കാൻ കഴിയില്ല എന്ന് പറയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കേസ്, ഇങ്ങനെ ഒരു സെക്ഷൻ നിയമത്തിൽ തന്നെ ഇല്ല, ഇതിനെ അവരൊരു തെറ്റായി പരിഗണിക്കില്ല, ഒരുപക്ഷെ ആ നിയമം ഉണ്ടാക്കിയിട്ട് വേണം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ, അതിനുള്ള അവകാശം നമുക്കില്ല, അതുകൊണ്ട് നമുക്കൊരു സ്ത്രീധന പീഡന കേസ് വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെതിരെ കൊടുക്കാം എന്ന് പറയാണ്. എന്നാൽ അതിന് നായിക സമ്മതിക്കുന്നില്ല. എന്തായാലും നേരായ വഴിയിൽ പോയി നേരിടണം എന്നവർ കരുതാണ്. എന്നാൽ പൂജ അതിന് സമ്മതിക്കുന്നില്ല. അതാണ്, അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ, കുറഞ്ഞ പക്ഷം സ്ത്രീധന കേസെങ്കിലും കൊടുത്ത് അവരെ അകത്താക്കാം, അത് തന്നെയാണ് നമുക്കുള്ള വിജയം എന്ന് പറഞ്ഞ് ആ സ്ത്രീധന കേസിന് അവൾ സമ്മതിക്കുകയാണ്. അങ്ങനെ ആ സ്ഥലത്ത് വെച്ച് ആ കുടുംബത്തിനെതിരെ സ്ത്രീധന പീഡന കേസ് കൊടുക്കുകയാണ്. കേസ് കൊടുത്തിട്ട് പോലീസ് പോയി അരുണിനെ മാത്രം അറസ്റ്റ് ചെയ്യാതെ അരുണിന്റെ അച്ഛനായ കാർന്നോരെയും അമ്മയെയും 3 പേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. എന്നാൽ കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ ജാമ്യം വാങ്ങി ഇവർ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ഇത് ഈ കാർന്നോർക്ക് വലിയ അപമാനമായി തോന്നുകയാണ്. ഇപ്പോൾ പൂജ വക്കീലിന്റെ അടുത്ത് വന്ന് ഈ കേസ് കൊടുത്താൽ ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് വക്കീൽ തന്റെ പേരക്കുട്ടിയായ നായികയെ നോക്കുന്നത്. അതെ, നായികയ്ക്ക് കള്ളക്കേസ് കൊടുക്കുന്നതിൽ താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് അവരാണ് ഈ സത്യം അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ മുൻകൂർ ജാമ്യം വാങ്ങി രക്ഷപ്പെട്ടത്. ഇപ്പൊ പൂജയോട് നായിക വന്നിട്ട് ഇതുപോലെ കള്ളക്കേസ് കൊടുക്കുന്നതിലൊന്നും എനിക്ക് താല്പര്യമില്ല, എന്ത് വന്നാലും നേർവഴിക്ക് പോരാടണം എന്ന് പറയാണ്. ഇതിൽ ഇവർക്കിടയിൽ വലിയ വഴക്കുണ്ടാവാണ്. മറുവശത്ത് ഈ കാർന്നോര് തന്റെ മൂത്ത മകനെയും ഇളയ മകൻ അരുണിനെയും കൂട്ടിക്കൊണ്ട് നേരെ പൂജയുടെ വീട്ടിലേക്ക് വരാണ്. ഞാൻ പോയി ഒരു കാര്യം ചെയ്തിട്ട് വരാം, രണ്ടുപേരും കാറിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം മാത്രം തനിച്ച് വീട്ടിലേക്ക് പോവാണ്. അവിടെ പൂജയുടെ അച്ഛനും അമ്മയും എന്താ കാർന്നോരെ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹവും ഈ സ്ത്രീകളെയും അവിടെയുള്ള പൂജയുടെ അനിയനെയും പുറത്തു നിർത്തിയിട്ട് ഉള്ളിൽ വെച്ച് പൂജയുടെ അച്ഛനോട്, നിങ്ങളുടെ മകൾ ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായി ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ മേൽ നിങ്ങളുടെ മകൾ കേസ് കൊടുക്കരുത്. ഇതൊക്കെ കൊടുത്താൽ നിങ്ങൾക്കും സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മകളെ ഞങ്ങൾ പിന്നീട് വീട്ടിൽ കയറ്റില്ല, അവളുടെ ജീവിതം തന്നെ ചോദ്യചിഹ്നമായി പോകും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്താണ്. നേരത്തെ തന്നെ പൂജയുടെ അച്ഛൻ വളരെ ഭയമുള്ള പ്രകൃതക്കാരനാണ്. എനിക്കും എൻ്റെ മകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അവൾ ഇങ്ങനെയൊക്കെ പോയത് എനിക്കറിയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. ഇതിന് ഒരു വഴിയേ ഉള്ളൂ, ഇത് ചെയ്താൽ നിങ്ങളുടെ മകൾ വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരും എന്ന് പറഞ്ഞ് കുറച്ച് ഉറക്ക ഗുളിക വെള്ളത്തിൽ കലക്കി കാർന്നവർ പൂജയുടെ അച്ഛന് കൊടുക്കുകയാണ്. അതേസമയം പുറത്തു നിൽക്കുന്ന ജ്യേഷ്ഠനും അനിയനും തമ്മിൽ അരുൺ ജ്യേഷ്ഠനോട്, നീ ഇപ്പോഴും ഏട്ടത്തേക്കാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു ആണായാൽ ഒരു ഭാര്യയെ കയ്യിലെടുക്കാൻ നിനക്ക് അറിയില്ലേ? അവരെ അടക്കി നിർത്താൻ അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഒരു പെണ്ണാണ് തീരുമാനിക്കേണ്ടത് എന്താണ് അവൾക്കുള്ള സ്വാതന്ത്ര്യം, അവൾക്ക് എന്താണ് വേണ്ടതെന്ന്. അതെങ്ങനെയാണ് ഒരു ഭർത്താവ് എന്ന പേരിൽ നമ്മൾ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതിൽ ഇവർക്കിടയിൽ വഴക്കുണ്ടാവുകയാണ്. മറുവശത്ത് വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂജയുടെ അച്ഛൻ ബോധം കെട്ട് വീണ വിവരം വന്ന് പറയാണ്. അപ്പോൾ അവരും അച്ഛനെയും എടുത്ത് ആശുപത്രിയിലേക്ക് ഓടുകയാണ്. ഈ വിവരം ലക്നൌവിലുള്ള പൂജയും അറിയാണ്. ഇപ്പോൾ പൂജയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നായികയോടൊപ്പം ആ ആശുപത്രിയിലേക്ക് ഓടി വരാണ്. അവിടെ വാതുക്കൽ തൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തെ കണ്ടിട്ട് നേരെ ഉള്ളിൽ വന്ന് അച്ഛനെയും കാണാണ്. അച്ഛനെ കണ്ട് പൊട്ടിക്കരയാണ്. പൂജയുടെ അച്ഛനും പൂജയുടെ കൈ പിടിച്ചിട്ട്, നീ ഭർത്താവിൻ്റെ വീട് വിട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മോളെ, ഇതിനുശേഷം ദയവ് ചെയ്ത് ഇത് ചെയ്യരുത് മോളെ, എനിക്ക് നല്ല നെഞ്ചുവേന വരുന്നത് പോലെ തോന്നുന്നുണ്ട്, ദയവ് ചെയ്ത് ആ വീടുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നു. ഇപ്പോൾ ആ കാർന്നോരും തൻ്റെ ഇളയ മകൻ അരുണിന് കണ്ണു കാണിക്കുന്നു. അപ്പോൾ അരുൺ പൂജയുടെ അടുത്ത് വന്നിട്ട്, എന്നോട് ക്ഷമിക്കൂ പൂജ, ദയവ് ചെയ്ത് വീട്ടിലേക്ക് വാ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നീ പറഞ്ഞില്ലേ പുതുതായി തുടങ്ങാമെന്ന്, അങ്ങനെ പുതുതായി തന്നെ തുടങ്ങാം എന്ന് പറയാണ്. പൂജയ്ക്കും അതിനുശേഷം എന്ത് തീരുമാനം എടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ അച്ഛനും മരണക്കിടക്കയിലാണ്, അതുകൊണ്ട് വീണ്ടും വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ആ കാർന്നോരും പൂജയുടെ അനിയന് ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ആ കുടുംബത്തെ കൺവിൻസ് ചെയ്ത് പൂജയെയും തന്റെ മൂത്ത മരുമകളായ കമലേഷിനെയും വീണ്ടും വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. അതുകൊണ്ട് കാർന്നോരിത് പുരുഷാധിപത്യത്തിന്റെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വീണ്ടും കുടുംബത്തോടൊപ്പം കാർന്നോര് തന്റെ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആ വീട്ടിലെ സ്ത്രീകൾ വീണ്ടും പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ജോലികൾ ചെയ്യുന്നു. ഇപ്പോൾ പൂജയുടെ വീട്ടിൽ നിന്നും എല്ലാവരും വിളിച്ചു വരുത്തി അവർക്ക് മധുരവും ഭക്ഷണവും കൊടുക്കുകയാണ്. അതും പൂജയുടെ കൈകൊണ്ട് തന്നെ കൊടുപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുകയാണ്. ഇതെല്ലാം ആ വീട്ടിലുള്ള ഒരു മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരാരാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് ആ കാർന്നോരുടെ അമ്മയാണ്.
ഇവർ സംസാരിക്കില്ല എന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഇപ്പൊ പൂജയും നായികയും തടയാണ്. എന്തു പറ്റി? എന്തോ വലുതായി നേടാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തുപോയി കേസൊക്കെ കൊടുത്തു. ഇപ്പൊ ഒന്നുമില്ലാതെ വീണ്ടും വീട്ടിൽ വന്ന് അടങ്ങി ജീവിക്കാണോ? ഇതാണോ നിങ്ങളുടെ വിപ്ലവം? ഇതാണോ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം? നിങ്ങൾക്കൊന്നും നാണമില്ലേ? നിങ്ങൾ മാത്രമല്ല, ഞാനും ഈ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാനല്ല, 1000 വർഷങ്ങളായി സ്ത്രീകൾ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങി അവരുടെ സമ്മതമില്ലാതെ പല വേദനകളും അനുഭവിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഓരോ വീടുകളിലെയും സ്ത്രീകളോട് ചോദിച്ചു നോക്ക്, അവരും അത് തന്നെ പറയും. അതിനുവേണ്ടി നിങ്ങൾ നിശബ്ദരായി പോയാൽ നിങ്ങൾ മാത്രമല്ല തോക്കുന്നത്, എല്ലാ വീട്ടിലുള്ള സ്ത്രീകൾ തോൽക്കുന്നത് പോലെയാണ്. ഇത്തരം പുരുഷന്മാരെ ഒന്നും വെറുതെ വിടരുത്. എന്തിനാ ഒരു വീട്ടിൽ നിന്ന് പുറത്തുപോയി ഒരു പെണ്ണ് പോരാടുന്നത്? അവൾക്ക് വീടിനുള്ളിൽ നിന്ന് തന്നെ പോരാടാം. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് അറിയാമോ? അവളുടെ ശബ്ദമാണ്. അങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ച പ്രശ്നം എല്ലാവരെയും അറിയിക്കണം. അത് തന്നെ നിങ്ങൾക്കൊരു നല്ല വഴി കാട്ടിത്തരും എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് കേട്ട് നായികയും പൂജയും കണ്ണു നിറഞ്ഞ് തന്റെ മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇപ്പോൾ ആ സ്ഥലത്ത് ഒരു സ്വാമി പൂജയ്ക്ക് വരാൻ പറയുന്നു. അങ്ങനെ അയൽപ്പക്കത്തുള്ള സ്ത്രീകളും ബന്ധുക്കളായ സ്ത്രീകളും എല്ലാം അവരുടെ കുടുംബത്തോടും ഭർത്താക്കന്മാരോടൊപ്പം ആ പൂജയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ആ പൂജയിൽ നമ്മുടെ നായികയുണ്ടല്ലോ, അവരാണ് മൈക്കിന് മുന്നിലിരുന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് സ്വാമി കഥകൾ പറയാം എന്ന് പറഞ്ഞ് കഥ പറയാൻ തുടങ്ങുന്നത്. ആ സ്ഥലത്ത് കാർന്നോരുണ്ട്, നായികയുടെ ഭർത്താവും അനിയൻ അരുണും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് നായിക പണ്ടുകാലത്തൊക്കെ സ്ത്രീകൾക്ക് ദൈവത്തിന്റെ പേരാണ് ഇട്ടിരുന്നത്. അങ്ങനെ സ്ത്രീകളെ വളരെ ബഹുമാനിച്ചിരുന്നു. എന്നാൽ അതൊക്കെ എപ്പോഴാണ് മാറിയതെന്ന് അറിയില്ല. പെട്ടെന്ന് സ്ത്രീകൾ വീട്ടിൽ തന്നെ ഒതുങ്ങണം, ഒരു പുരുഷന് അടിമയായിരിക്കണം എന്ന് പറഞ്ഞ് ഓരോ അവകാശങ്ങളും സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടു. ഏതാണ്ട് 1000 വർഷമായി ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന് അടിമയായിട്ടാണ് ജീവിക്കുന്നത്. ആദ്യം അവർ പുറത്തു പോകുന്നത് തടഞ്ഞു. അതിനുശേഷം അവരെന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഓരോ സ്വാതന്ത്ര്യവും ഒരു പെണ്ണിൽ നിന്ന് പുരുഷൻ തട്ടിയെടുത്തു. ഇപ്പോൾ അവരുടെ ശരീരത്തിന്മേലുള്ള സ്വാതന്ത്ര്യം പോലും അവർ തട്ടിയെടുത്തു. അങ്ങനെ അവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു പെണ്ണായ പൂജയെ ഞാൻ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് പൂജയെ അവർ വേദിയിലേക്ക് വിളിക്കുന്നു. ഇപ്പൊ പൂജ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയും എന്ന് പറഞ്ഞ് അവിടെ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ എല്ലാ കുടുംബങ്ങളുടെ മുന്നിലും, എല്ലാ സ്ത്രീകളുടെ മുന്നിലും, എല്ലാ പുരുഷന്മാരുടെ മുന്നിലും പൂജ തന്റെ ഭർത്താവായ അരുണിൽ നിന്ന് താൻ അനുഭവിച്ച വേദനയും അവൻ ഓരോ രാത്രിയും തന്നോട് മൃഗത്തെ പോലെ പെരുമാറിയതും പറയാണ്. ഇത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അരുണിനും കേൾക്കാൻ കഴിഞ്ഞില്ല. അവന്റെ അച്ഛൻ കാർന്നോർക്കും കേൾക്കാൻ കഴിഞ്ഞില്ല. എന്താണ് നോക്കി നിൽക്കുന്നത്? നിന്റെ ഭാര്യയെ പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് കാർന്നോര് പറഞ്ഞപ്പോൾ അരുൺ തടയാൻ വരികയാണ്. അപ്പോൾ ആ കാർന്നോര് എഴുന്നേറ്റ് മറ്റുള്ളവരെ നോക്കി, നിങ്ങൾക്കൊന്നും നാണമില്ലേ? ഇങ്ങനെ ഒരു പെണ്ണ് ഒരു നാണമില്ലാതെ ബെഡ്റൂമിൽ നടന്ന കാര്യങ്ങൾ പറയാണ്, അതും നിങ്ങളിരുന്ന് കേൾക്കുകയാണ്. എല്ലാവരും പുറത്തു പോകും. ആണുങ്ങളോട് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകും എന്ന് പറയാണ്. ഇപ്പോൾ അവിടെയുള്ള എല്ലാ സ്ത്രീകളെയും നോക്കി ആണുങ്ങൾ വരൂ വീട്ടിലേക്ക് പോവാം എന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്താണ്. എന്നാൽ അപ്പോഴാണ് ആ സ്ത്രീകളെ മുഴുവൻ നോക്കി നമ്മുടെ നായിക ഒരു വാക്ക് പറയുന്നത്. സത്യമായും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർ മാത്രം ഇവിടെ നിൽക്ക് എന്ന് പറയാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ സ്ത്രീകളും നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ക്രൂരത ഓരോ വീട്ടിലും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ അരുൺ ക്ഷമ നശിച്ച് നമ്മുടെ പൂജയെ അടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ കൈയോങ്ങാണ്. അപ്പോൾ അരുണിന്റെ കൈ പിടിച്ച് നമ്മുടെ നായിക കമലേഷ് അവനെ അടിക്കുന്നു. എന്റെ ക്ഷമയെ നീ ഒരുപാട് പരീക്ഷിച്ചു, നിനക്കൊക്കെ ഇതിലും വലിയ ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് പറയാണ്. ഇപ്പോൾ അവിടെയുള്ള എല്ലാ സ്ത്രീകളും ഒന്നിക്കുകയാണ്. അങ്ങനെ ആ പുരുഷന്മാർക്കെതിരെ അവർ നിൽക്കുകയും പോരാടുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്ത് ചെയ്താൽ നിങ്ങളൊക്കെ വീട്ടിലേക്ക് വരും എന്ന് ചോദിക്കുകയാണ്. മാപ്പ് ചോദിക്കണം. ഈ അരുൺ അവളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അപ്പോഴേ ഇവിടെയുള്ള എല്ലാവർക്കും ബുദ്ധി വരും. ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അടുത്ത് വരാൻ പാടില്ല എന്നവർ പറയാണ്. ഇപ്പോൾ ആ സ്ഥലത്ത് കാർന്നോരും തലകുനിക്കാണ്. അങ്ങനെ അരുണിനെ കൊണ്ട് ഭാര്യയായ പൂജയുടെ കാലിൽ വീണ് മാപ്പ് ചോദിപ്പിക്കുന്നു. എന്നാൽ പൂജ അപ്പോഴും അരുണിനോട് ക്ഷമിക്കുന്നില്ല. കഴിയില്ല എന്ന് പറയാണ്. നീ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നിന്നോട് ക്ഷമിച്ചിട്ട് പോകാൻ കഴിയില്ല. ഇതിനുള്ള നിയമം വന്നതിന് ശേഷം നിന്നെ തീർച്ചയായിട്ടും ആ നിയമത്തിന് മുന്നിൽ നിർത്തി ശിക്ഷ വാങ്ങിത്തരും എന്ന് പറയുന്നു. അങ്ങനെ അരുണിനെ അവിടെ തള്ളിയിട്ടിട്ട് ഇപ്പോൾ ആ സ്ത്രീകളെല്ലാവരും അവിടെ നിന്ന് പോകുന്നതായും പൂജയും പോകുന്നതായും അങ്ങനെ നമ്മുടെ നായിക മുന്നിൽ നിന്ന് പോകുന്നതായും ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.